ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫാൻറ്റസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. നിങ്ങളെവിടെ പോവുകയാണല്ലേ? ഞങ്ങൾ തിരുവല്ലയ്ക്ക് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് ചപ്പൽസ്. അപ്പം ട്രെയിനിലാണ് പോകുന്നത്. ഞാനും മമ്മു ഇക്കായും കൂടെയാണ് പോകുന്നത്. മക്കൾ രണ്ടുപേരെയും വീട്ടിൽ ഉമ്മ അടുത്താക്കിയിട്ടുണ്ട്. അപ്പം മമ്മു നീ ഇങ്ങനെ ഇരുന്ന് നോക്കുക, ഞാൻ വീഡിയോ എടുക്കുന്നതല്ല. അപ്പം നമുക്ക് 11:30ക്കാണ് ട്രെയിൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ 11:30ക്കൊന്നും ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു. 12 മണിയായിരുന്നു. ട്രെയിനിൻ്റെ ടൈം ഏകദേശം അത്രയൊക്കെ ആവും. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ഡെയിലി റൺ ചെയ്യുന്ന ട്രെയിൻ ഇല്ലായിരുന്നു. 10 മണിക്കുള്ള ട്രെയിനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ദൈവനാകുന്നില്ല, അവന് ഭയങ്കര ഓട്ടമായിട്ടോ. മറ്റവരെ എനിക്ക് കൻസാമോനെയും അയൽക്കുട്ടീനെയൊന്നും ഇത്രയും പാടില്ലായിരുന്നു. അവർ വലിയ കുഴപ്പമില്ലായിരുന്നു, അവരെവിടെ കൊണ്ടുപോകുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവൻ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ട്രെയിനിൽ ഈ യാത്രയിലുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ, ഒരു ദുരനുഭവം എന്ന് തന്നെ പറയാം. നമ്മൾ ട്രെയിനിൽ കയറി പൊടി കൊച്ചുങ്ങളുമായിട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് കാണുന്നവർ എണീറ്റ് മാറി തരും. പക്ഷേ എനിക്ക് ഇത്രയും വർഷം, അതായത് മൂത്ത ആൾക്ക് 5 വയസ്സായി, ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇവരാരും എണീറ്റ് തന്നിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെയാണ് വീഡിയോ എടുത്തത് കേട്ടോ. ഇവർ എല്ലാം ഒത്തിരി പേര് വലിയ കുഴപ്പമൊന്നും. പിന്നെ ഞാൻ ഇക്കാലത്ത് തോന്നും മുകളിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. മോനെയും കൂടെ എത്ര നേരമാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെ മുകളിൽ കയറിയിരുന്നു. പിന്നെ താഴെ നിന്ന് ഒരാൾ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവല്ലയിൽ പോയി സാധനം എടുത്തിട്ട് തിരിച്ചു വന്നത്. ഇത്രയും സാധനമുണ്ട്. ഇതിൽ നമ്മൾ നല്ല ചെരുപ്പും, ഇതിൽ ചെറിയ ഡാമേജ് പറ്റിയതൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് നല്ലത് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യത്തുള്ളൂ. നമ്മൾ 100 രൂപയ്ക്കാണ് ചെരുപ്പ് കൊടുക്കുന്നത്. റോഡ് സൈഡിൽ ഫുട്പാത്തിലിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് ഓരോ ജീവിതമാർഗ്ഗങ്ങൾ തെളിഞ്ഞ് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയതാണ്. അപ്പം ജോലിയൊന്നും സെറ്റാവാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ യാത്രയിലുണ്ടായൊരു ദുരനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ തിരിച്ചു വരാൻ നേരത്തിട്ട് നമുക്ക് ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയിട്ടോ കേട്ടോ. നല്ല സംസാരവും സഹകരണവും ഒക്കെ ഉള്ള നല്ല മനുഷ്യരെ, കുറച്ച് നല്ല മനുഷ്യരെ കണ്ടു. അപ്പോൾ അവരെല്ലാവരും നല്ലപോലെ ചോദിച്ചു എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ. നമ്മൾ ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ, സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുമല്ലോ. പക്ഷേ അങ്ങോട്ട് പോയപ്പോഴേ എല്ലാവരും ഇങ്ങനെ മുഖം ഇറക്കി വെച്ച് ആരോടും മിണ്ടാതെ എന്തോ ഒരു ഇതിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. എനിക്കെന്തോ കണ്ടിട്ട് ഭയങ്കര അൺകംഫർട്ടബിൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് വർത്താനം പറയുകയും ഒക്കെ ചെയ്തു. അപ്പം നല്ല മഴയായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ എന്തായാലും വർക്കല എത്തിയിട്ടുണ്ട്. വർക്കല എത്തിയപ്പോൾ കറക്റ്റ് 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 6 മണി ആയ സമയത്ത് വർക്കല എത്തിയത്. കാരണം നമ്മളവിടെ നിന്ന് 3:20 ട്രെയിനിലാണ് കയറിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 6 മണിയായി. അപ്പോൾ ഇക്ക ഞങ്ങളവിടെ നിർത്തിയിട്ട് പോയി ഓട്ടോ പിടിച്ചുകൊണ്ട് വരാം. പിന്നെ ഇതൊക്കെ കൊണ്ടുപോകണ്ടേ ഇനി. ഇപ്പം നമ്മുടെ ഇവിടുന്ന് വർക്കലയിൽ നിന്ന് പാരിപ്പള്ളിക്ക് വരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ ആയി വരും വരെ ടാറ്റ ബൈ ബൈ.